അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ ഒരു ബക്കറ്റിൽ നിന്ന് ഇങ്ങനെ കോരി ഉളു എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം കഴുകിയ വെള്ളം അല്ലെങ്കിൽ കൈ കഴുകിയ വെള്ളം വീണ്ടും ആ ബക്കറ്റിലേക്ക് തന്നെ വീണ് കഴിഞ്ഞാൽ ആ ബക്കറ്റിലുള്ള വെള്ളം കൊണ്ട് പിന്നെ നമ്മൾ ഉളു എടുത്താൽ ഉളു ശരിയാവില്ല. നിങ്ങൾക്ക് ആ കാര്യം അറിയാമായിരുന്നോ? അങ്ങനെ ഉളു എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉളു ശരിയായിട്ടുണ്ടാവില്ല. അങ്ങനെ ഉളു എടുത്ത ഉളുവും കൊണ്ട് നിസ്കരിച്ച് നിസ്കാരാണെങ്കിലോ ആ നിസ്കാരം ശരിയായിട്ടുണ്ടാവോ? അതും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ വുളു ക്ലിയർ ആയിരിക്കണം. ഒറ്റ സെക്കൻഡ്. നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ ആവശ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ബെല്ലൈക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് നേരെ വുളു എടുക്കാൻ പോവല്ലേ. വുളു എടുക്കുമ്പോൾ നമ്മൾ ആദ്യം കഴുകുന്നത് മുൻകൈയാണ്. മുൻകൈ എന്ന് പറയുന്നതിൻ്റെ പരിധി ഇവിടം വരെയുള്ള ഭാഗമാണ്, ഈ മണിബന്ധം ഉൾപ്പെടെയുള്ള ഭാഗം. ഇത് നന്നായി തേച്ചൊരച്ച് കഴുകുക. കിബിലയ്ക്ക് നേരെ തിരിഞ്ഞു നിന്ന് വുളു ചെയ്യലൊരു പ്രത്യേക സുന്നത്താണ്. അപ്പോൾ വുളുവിൻ്റെ സുന്നത്തുകളെ ഞാൻ വീട്ടിൽ നിന്ന് നെയ്യത്തോടുകൂടി വിരലുകളൊക്കെ കോർത്ത് തേച്ചുരച്ച് 3 പ്രാവശ്യം മുൻകൈ കഴുകുക. മുൻകൈ കഴുകുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ടത് ഔദും ബിസ്മിയും ഓതൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചൊല്ലേണ്ടത്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ ത്വഹൂറ എന്ന് ചൊല്ലുക. 3 പ്രാവശ്യം മുൻകൈ കഴുകുക. മുൻകൈ കഴുകിയതിന് ശേഷം വുളുവിൻ്റെ ഒരു പ്രത്യേക സുന്നത്തായ കാര്യമാണ് പല്ല് തേക്കുക എന്നുള്ളത്. പല്ല് തേച്ച് കഴിഞ്ഞതിന് ശേഷം വായിൽ വെള്ളം കൊപ്പളിക്കുകയും മൂക്കിൽ കയറ്റി ചീറ്റുകയും ചെയ്യുക. വായിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക, കുറച്ച് മൂക്കിലേക്ക് കയറ്റുക. വായിലുള്ള എല്ലാ ഭാഗത്തേക്കും അത് കറക്കി കുലുക്കൊഴിഞ്ഞ് എത്തിച്ച് കൊപ്പളിച്ച് തുപ്പിക്കളയുക. അതുപോലെ ഇടത് കൈ കൊണ്ട് മൂക്ക് ചീറ്റിക്കളയുകയും ചെയ്യുക. 3 തവണ എല്ലാ കാര്യങ്ങളും ചെയ്യൽ സുന്നത്താണ്. അടുത്തതായിട്ട് മുഖം കഴുകുകയാണ് ചെയ്യേണ്ടത്. മുഖം കഴുകലാണ് അടുത്തതായിട്ട് ചെയ്യുന്ന കാര്യം. മുഖം കഴുകുമ്പോഴാണ് നെയ്യത്ത് വെക്കേണ്ടത്. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നതിന് വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു, അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയെ ഉയർത്തുന്നതിന് വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു, ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു എന്നൊക്കെ നെയ്യത്ത് വയ്ക്കാം. നെയ്യത്ത് വളരെ പ്രധാനമാണ്, മനസ്സിലുണ്ടാകണം. വായ കൊണ്ട് പറയൽ പ്രത്യേകം സുന്നത്താണ്. മുഖം കഴുകുമ്പോൾ ഒരുപാട് പേര് നമ്മൾ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് മുഖം കഴുകുക. ഇങ്ങനെ മുഖം കഴുകിയാൽ വുളു ശരിയാവുകയില്ല. കാരണം മുഖത്തിൻ്റെ പരിധിയായിട്ട് പറയുന്നത് മുടി മുളയ്ക്കുന്ന ആ ഭാഗം മുതൽ താടിയലിൻ്റെ അറ്റം വരെ മുഖത്തിൻ്റെ നീളവും 2 ചെവിക്കുറ്റിയിലുള്ള ഭാഗമാണ് മുഖത്തിൻ്റെ വീതിയും. ഇങ്ങനെ മുഖം കഴുകുമ്പോൾ കണ്ണിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഒരുപാട് പേര് മുഖം കഴുകുക. ഇങ്ങനെ മുഖം കഴുകിയാൽ ഇത്രയും ഭാഗമാണ് നമുക്ക് കഴുകാൻ പറ്റുള്ളൂ. ഇത്രയും ഭാഗം നമുക്ക് കഴുകിയാൽ വുളു ശരിയാവുകയില്ല. അതുകൊണ്ട് വുളു ചെയ്യുന്ന സമയത്ത് 2 കൈയിലും വെള്ളം എടുത്ത ശേഷം കൈപ്പത്തിയുടെ മുകൾ ഭാഗം നമ്മുടെ നെറ്റിയുടെ മുകളിൽ വെച്ച് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ വെള്ളം മുഴുവൻ മുഖത്തുകൂടി ഇങ്ങനെ താഴേക്ക് ഒഴുകും. ആ സമയത്ത് നമ്മൾ മുഖം മുഴുവനും വെള്ളമാവുന്നുണ്ട്. ഇങ്ങനെ മുഖത്തേക്ക് വെള്ളമാക്കി കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കുഴികളും അതുപോലെ ചെവിയുടെ സൈഡുകളിലേക്കൊക്കെ നമുക്ക് വെള്ളം എത്തിച്ച് കഴുകാൻ പറ്റും. ഇങ്ങനെ കഴുകിയാലാണ് മുഖം കഴുകുന്ന കൃത്യമായ രീതിക്ക് നമുക്ക് മുഖം കഴുകാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ മുടി മുളയ്ക്കുന്ന ആ ഭാഗം മുതൽ താടിയലിൻ്റെ താഴ്ഭാഗം വരെയും കണ്ണിൻ്റെ കുഴികളും എല്ലാം ശ്രദ്ധിച്ച് 3 പ്രാവശ്യം മുഖം കഴുകുക. മുഖം കഴുകുന്ന സമയത്ത് നെയ്യത്ത് വെക്കുക. അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെ മുഖം കഴുകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നല്ല താടിയുള്ള ആളുകളാണെങ്കിൽ താടി തിക്ക കയറ്റൽ പ്രത്യേകം സുന്നത്താണ്. ഇതിപ്പോൾ കുറച്ച് താടിയുള്ളൂ. ഇത് തിക്ക കയറ്റിയില്ലെങ്കിലും താടിയുടെ ഉള്ളിലേക്ക് വെള്ളമാകും. ഉൾഭാഗം കാണുന്ന താടിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കൽ നിർബന്ധം. ഉൾഭാഗം കാണാത്ത കട്ട താടിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിച്ച് തിക്ക കയറ്റി കഴുകൽ സുന്നത്തുമാണ്. ഇത് ചെറിയ താടി ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നിർബന്ധമായിട്ടും വെള്ളം എത്തിക്കണം. ഇങ്ങനെ മുഖം കഴുകുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ മുഴുവൻ ഭാഗവും കഴുകിയെന്ന് നമുക്ക് ഉറപ്പാവും. ഇത്രയും ഭാഗത്തെല്ലാം വെള്ളം എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് മുഖം കഴുകേണ്ടത്. എന്നിട്ട് കൈയാണ് നമ്മൾ കഴുകേണ്ടത്. കൈ കഴുകുന്ന സമയത്ത് ഒരുപാട് പേര് പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കൈ കഴുകാൻ വേണ്ടി പൈപ്പിൻ്റെ അടിയിലേക്ക് വെച്ചു കൊടുക്കുന്നത്. നമ്മുടെ കൈമുട്ടിൻ്റെ ഒരു ഭാഗം നനയും, മറ്റേ ഭാഗം നനയില്ല. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി നേരെ താഴേക്ക് പോവും. കൈ തേച്ച് കഴുകുകയൊക്കെ ചെയ്യും, എന്നാലും വെള്ളം ആ ഭാഗത്തേക്കൊന്നും എത്തിയിട്ടുണ്ടാവില്ല. കൈമുട്ടിൻ്റെ ആ കൈമുട്ടിൻ്റെ മടക്കുന്ന ആ ഭാഗത്തേക്കുള്ള ഭാഗം, ഈ ഭാഗത്ത് വെള്ളം എത്തിയിട്ടില്ല. ഇങ്ങനെയാണ് ഒരുപാട് പേര് 2 കൈയും കഴുകുന്നത്. ഇങ്ങനെ കഴുകി വുളു എടുത്തത് കൊണ്ട് വുളുവിൻ്റെ പരിപൂർണത ലഭിക്കില്ല, വുളു ശരിയാവില്ല. വുളു ശരിയായിട്ടില്ല എങ്കിൽ നിസ്കാരം ശരിയാവുകയില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
കൈ കഴുകുന്ന സമയത്ത് കൈമുട്ട് ഉൾപ്പെടുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ കൈ കഴുകണം. കൈൻ്റെ വിരലുകളെല്ലാം ഇടകോർത്തുകൊണ്ട് വിരലിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി മുട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് കഴുകുക. ഇങ്ങനെ ഒരു കൈയിൻ്റെ മുട്ടും ഫുള്ളായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൈ കഴുകുക. അടുത്തതായിട്ട് മറ്റേ കൈ കഴുകുക. ആദ്യം വലത്തതിനെ മുന്തിക്കലും 3 തവണ കഴുകലും തേച്ച് കഴുകലും എല്ലാം സുന്നത്താണ്. എല്ലാ സുന്നത്തുകളും ഇതിൽ പാലിക്കുക. ഇതിൽ ഈ കാണിച്ച ഇത്രയും ഭാഗം ഫുള്ളായിട്ട് കഴുകിയെന്ന് ഉറപ്പുവരുത്തുക. അടുത്തതായിട്ട് ഇടത് കൈ കഴുകുക. കൈ കഴുകുമ്പോഴും എല്ലാ അവയവങ്ങളും കഴുകുമ്പോഴും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു എന്ന് ചൊല്ലുക. ഓരോ കഴുകലിലും ചെല്ലൽ പ്രത്യേകം സുന്നത്താണ്. വീഡിയോയിൽ കാണിച്ച ആ ഭാഗം മുഴുവനായിട്ട് കഴുകിയെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം പിന്നീട് തടവാനുള്ളത് തലയാണ്. തലയിൽ നിന്ന് അല്പം തടവിയാലും വുളൂഇന്റെ ഫർള് വീടുമെങ്കിലും നമ്മൾ തല തടവുന്നതിൻ്റെ പരിപൂർണതയോട് കൂടിയിട്ട് തന്നെ തല തടവുക. എങ്ങനെയാണ് തല തടവുന്നതിൻ്റെ പരിപൂർണത? വെള്ളമെടുത്ത ശേഷം നമ്മുടെ തള്ളവിരൽ നെറ്റിയുടെ ചെവിയുടെ മുന്നിലായി വെച്ച് അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് കൈ നടത്തുക. അതിനുശേഷം അത് അതേപോലെ തിരിച്ച് ഫ്രണ്ടിലേക്ക് തന്നെ കൊണ്ടുവരിക. അങ്ങനെ 3 തവണ ചെയ്യുക. പിന്നീട് ചെവി തടവലാണ്. ചെവി തടവുന്നത് ഇങ്ങനെയാണ്. ചെവി തടവുമ്പോഴും മറ്റുള്ള എല്ലാ അവയവങ്ങളും കഴുകുമ്പോഴും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു എന്ന് ചൊല്ലുക. ചെവി തടവുമ്പോൾ നമ്മുടെ ചൂണ്ടുവിരലിലെ വെള്ളം കൊണ്ട് ചെവിയുടെ ഉൾഭാഗവും തള്ളവിരലിലെ വെള്ളം കൊണ്ട് ചെവിയുടെ പുറം ഭാഗവും ഇങ്ങനെ തടവി കൊടുക്കുക. എല്ലാ കാര്യങ്ങളും 3 തവണ ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. ചൊല്ലലും അവസാനമായിട്ട് കാല് രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നുള്ളതാണ്. ഇതാണ് ഈ ഞെരിയാണി ഉൾപ്പെടുന്ന ഈ ഭാഗം മുഴുവനായിട്ട് കഴുകിയെന്ന് ഉറപ്പുവരുത്തണം. കാലിൻ്റെ ആദ്യം വലതുകാല് കഴുകുക. വലതുകാല് ഇടത് കൈ കൊണ്ട് നമ്മൾ തേച്ചൊരച്ച് കഴുകുക. വിരലുകളെല്ലാം ഇടകോർത്ത് കഴുകൽ പ്രത്യേകം സുന്നത്താണ്. 3 തവണ കഴുകൽ, തേച്ചൊരച്ച് കഴുകൽ, വിരലുകൾ ഇടകോർക്കലെല്ലാം സുന്നത്താണ്. സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ വലതുകാല് ആദ്യം കഴുകുക. എന്നിട്ട് ഇടതുകാല് കഴുകുക. ഇടതുകാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇത്രയും ഭാഗം ഫുള്ളായിട്ട് കഴുകിയെന്ന് ഉറപ്പുവരുത്തുക. ഇടതുകാലും ഇടത് കൈ കൊണ്ട് തന്നെ തേച്ച് കഴുകുക. വിരലുകളെല്ലാം ഇടകോർക്കുക. നമ്മുടെ പള്ളികളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഈ ഒരു ഫർളായ കാര്യം ചെയ്യുന്നത് എന്തോ കാലിലുള്ള ചെളി കളയുക എന്നുള്ളൊരു ലാഘവത്തോടു കൂടി വെറുതെ പൈപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണിച്ചിട്ട് പോകുന്നതൊക്കെ കാണാം. അങ്ങനെ ചെയ്താൽ വുളൂ ശരിയാവുകയില്ല. പരിപൂർണമായ രീതിയിൽ നമ്മുടെ കാലിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഞെരിയാണി ഉൾപ്പെടുന്ന എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തി എന്ന് ഉറപ്പുവരുത്തുക. ഇതോടുകൂടി നമ്മൾ വുളൂ ചെയ്യാൻ പരിപൂർണമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വുളൂവിനെ കുറിച്ച് നിർബന്ധമായിട്ട് അറിയേണ്ട കാര്യങ്ങളുണ്ട്. ഈ വുളൂ ശരിയാവണമെങ്കിൽ ആദ്യം ഈ വെള്ളം നല്ല വെള്ളമായിരിക്കണം. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ട നമ്മൾ പാലിക്കേണ്ട കുറേ നിബന്ധനകളുണ്ട്. 5 നിബന്ധനകളുണ്ട്. ആ 5 നിബന്ധനകൾ എന്താണെന്ന് അടുത്ത വീഡിയോയിലൂടെ കാണണം. ABS ടോക്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വന്ന് കാണുക. അതുപോലെ തന്നെ വുളൂവിൻ്റെ ഫർളുകൾ, വുളൂവിൽ നിർബന്ധമായും വേണ്ട കാര്യങ്ങൾ, അതുപോലെ ആ കാര്യങ്ങൾ ചെയ്യാതെ വുളൂ ഒരിക്കലും ശരിയാവില്ല. അതുപോലെ തന്നെ വുളൂയിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, വുളൂയിലെ കറാഹത്തുകൾ അത് പഠിക്കണം. അതുപോലെ വുളൂയിൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യങ്ങൾ അത് സെർച്ച് ചെയ്ത് പഠിക്കണം. അതുപോലെ വുളൂ മുറിയുന്ന കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്താലാണ് വുളൂ മുറിയുക എന്നുള്ളത് പ്രത്യേകം പഠിക്കണം. പിന്നെ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് വുളൂ സുന്നത്തുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഈ ഒരു 7 മിനിറ്റ് വീഡിയോ 8 മിനിറ്റ് വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾ വുളൂ എടുക്കാൻ പഠിച്ചു എന്ന് വിചാരിക്കരുത്. നിങ്ങൾ വുളൂ എടുക്കുന്നത് കറക്റ്റാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് നിങ്ങളൊന്ന് വുളൂ എടുക്കുക. എന്നിട്ട് അവനോട് ചോദിക്കുക, എൻ്റെ വുളൂ ശരിയാണോ എന്ന്. അപ്പോൾ അവരും പറഞ്ഞുതരും. നമുക്ക് അവൻ്റെ വുളൂയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അങ്ങോട്ടും തിരുത്തി കൊടുക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ ഷെയർ കൊണ്ട് നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും കൂടി ഉണ്ടല്ലോ. അവരൊക്കെ ജീവിതം നല്ല രീതിയിലാവണമെങ്കിൽ അവരുടെ വുളൂവും നിസ്കാരവും ഇബാദത്തുകളൊക്കെ ശരിയാവണ്ടേ? അതിന് നിങ്ങൾ കാരണമായി എന്ന് പറഞ്ഞാൽ അതിലും വലുതായിട്ട് ഈ ലോകത്ത് എന്താ ഉള്ളത്? തുടർന്ന് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള കുളിയെക്കുറിച്ചും നിസ്കാരത്തെക്കുറിച്ചുമുള്ള വീഡിയോ ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.